ഫീമെയിൽ ഷോവനിസത്തിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന മൂവി വന്ന് ഈ സിനിമ കാണാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. എനിക്കൊന്ന് OTT-ലൊക്കെ ഇതിനകത്ത് ശാന്തി കൃഷ്ണയുടെ റോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു നമുക്കതിനെ ഒരു ഡിസ്ലൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഓവർ ഡ്രാമാറ്റിക് ആക്കി പോയെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നല്ലതായിരുന്നു. ഫാമിലി മൂവിയാണ്. നല്ലതായിരുന്നു. നല്ല മൂവിയാണ്. കുഴപ്പമില്ല. നല്ലതാണ് പടം. നല്ല കൊള്ളാം. ഫാമിലി എൻ്റർടൈൻ മൂവി. രണ്ട് റീസൺസ് ഞാൻ ഈ സിനിമ ഒന്ന് കാണാൻ കാരണം ബിക്കോസ് നമിത പ്രമോദ് ഇച്ചിരി നാൾ കഴിഞ്ഞിട്ട് വരുന്ന ഷീസ് എ വെരി ഗുഡ് ആക്ടർ. ഐ യൂസ് ടു കീൻലി ഫോളോ ഹർ വർക്ക്. ട്രെയിൻ ഡാൻസറും കൂടെ ആയതുകൊണ്ട് നല്ല എക്സ്പെൻഷൻസ് ആണ്. എന്താണ് ഇത്രയും ബ്രേക്ക് എടുക്കുന്നതെന്ന് കാരണം ഐ തിങ്ക് ഷീ ഷുഡ് ആക്ട് മോർ. സെക്കൻഡ്ലി ഡെഫിനറ്റ്ലി ഡയറക്ടർ ബോബൻ സാമുവൽ. എനിക്ക് അദ്ദേഹത്തിൻ്റെ റോമൻസ് ആയിരുന്നാലും ഷാജാനും പരിക്കുട്ടിയൊക്കെ ഭയങ്കര കോമഡി, ഫുൾ ത്രോട്ടൽ കോമഡി മൂവി. പക്ഷേ ഈ സിനിമ ഒരു സീരിയസ് ടോപ്പിക്കിനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് കോമഡിയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് പോകുന്നൊരു സിനിമയായിരുന്നു. ഒരു ഫീമെയിൽ ഷോവനിസത്തിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന മൂവി. ഇതിനകത്ത് ശാന്തി കൃഷ്ണയുടെ റോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു നമുക്കതിനെ ഒരു ഡിസ്ലൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറായി മാറും. എനിക്ക് തോന്നുന്നു ശാന്തി കൃഷ്ണ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇത്രയും ഒരു എക്സ്ട്രീം ഒരു ഫീമെയിൽ ഷോവനിസം കാണിക്കുമ്പോൾ പോലും ഇത്രയും ഒരു എക്സ്ട്രീം നമുക്ക് ഇഷ്ടപ്പെടില്ല, ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും എനിക്ക് തോന്നുന്നു അവരുടെ കരിയറിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിനിമ അങ്ങനെ ചെയ്യുന്നതിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും ശോഭിൻ്റെ ക്യാരക്ടറായിരുന്നു, നമിതയുടെ ക്യാരക്ടർ കണ്ടുമുട്ടുന്നു, ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ക്രൈസിസ് പറ്റുന്നു, സോബിൻ്റെ ജീവിതത്തിലൊരു ക്രൈസിസ് പറ്റുന്നു. അപ്പോൾ ആ ക്രൈസിസിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് നമിത അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ കൂടുതൽ എങ്ങനെ ഒരു ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവായ, ഞാൻ പറഞ്ഞത് ഒരു ഓവർ പ്രൊട്ടക്റ്റീവും ഒരു ഷോവനിസ്റ്റായ ഒരു അമ്മ. ശാന്തി കൃഷ്ണ ഈസ് പ്ലേയിങ് നമിത പ്രമോദ്സ് മദേഴ്സ് റോൾ. അപ്പോൾ അമ്മ എങ്ങനെ ആ ഒരു സിറ്റുവേഷനെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഇവർ തമ്മിൽ ഒരു റിഫ്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു. അതിൻ്റെ ബേസിസിൽ പോകുന്ന ഓരോ കാര്യങ്ങളാണ്. അവസാനം എനിക്ക് തോന്നുന്നു ഇച്ചിരി ഓവർ ഡ്രാമാറ്റിക് ആക്കി പോയെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ മേ ബി ആ സിനിമ എൻഡ് ചെയ്യാൻ വേറൊരു ബെറ്റർ വേ ഇല്ലായിരുന്നു. ലൈറ്റ് ഹാർട്ടഡ് കോമഡി, ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ നമുക്ക് സ്പേർട്സ് ഓഫ് ചിരി വരും. ഒരു ഓവറോൾ നല്ല സിനിമ. ധ്യാൻ ഉണ്ടായിരുന്നു, ധ്യാൻ ശ്രീനിവാസനുണ്ടായിരുന്നു, അവരുടെ ഫാമിലി അഡ്വക്കേറ്റൊക്കെ ആയിട്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. നല്ല എനിക്ക് ഇനീഷ്യലി ഞാൻ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ എനിക്ക് സോബിൻ ആൻഡ് നമിതയുടെ ഒരു ഇതെനിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമ കണ്ടപ്പം ഇറ്റ് മെയ്ഡ് സെൻസ്. സോ ഒരു ഓവറോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. പക്ഷേ എത്രത്തോളം ആൾക്കാർ തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമ കാണാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. എനിക്കൊന്ന് OTT-ലൊക്കെ ഐ തിങ്ക് ദിസ് വിൽ ഗെറ്റ് മോർ എന്താ പറയുക ട്രാക്ഷൻ, ഓഡിയൻസ് കൂടുതലും കാണാൻ സാധ്യതയുണ്ട്. തിയേറ്ററിൽ വരാൻ സാധ്യത കുറവാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പേഴ്സണലി ഐ ലൈക്ഡ് ഇറ്റ്. നല്ലൊരു മൂവിയാണ്. ഒരു ഫാമിലി, ഡെഫിനറ്റ്ലി ഒരു ഫാമിലി വാച്ച്. ബോബൻ സാമുവലിൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ കോമഡി ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഒരു സീരിയസ് ടോപ്പിക്കിനെ അങ്ങനെ വെറുതെ ജസ്റ്റ് ചുമ്മാ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി പറയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞത് പോവാതെ അതിന് ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി രീതിയിൽ ഒരു സീരിയസ് ടോപ്പിക്ക് പറഞ്ഞു പോയി. നല്ല മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മെയിൽ ഷോവനിസത്തിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കാത്ത കാര്യത്തിൽ. പക്ഷേ ഒരുപാട് കേസസിൽ വളരെ ഓവർ പ്രൊട്ടക്റ്റീവും ഓവർ പൊസസീവായിട്ടുള്ള സ്ത്രീകൾ വരുമ്പോൾ, എല്ലാ കാര്യങ്ങളും സംശയ രീതിയിൽ നോക്കുന്ന സ്ത്രീകൾ വരുമ്പോൾ അവിടെ ഒരു മെയിൽ കൗണ്ടർ പാർട്ടിൻ്റെ ഫ്രീഡത്തിന് അത് കേർബ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചില വരാൻ പോകുന്ന മെൻ്റൽ ട്രോമ ആയിരുന്നാലും മറ്റേത് അതിനെക്കുറിച്ച് അധികം ആൾക്കാർ സംസാരിക്കാറില്ല, കാണിക്കാറില്ല. ഈ സിനിമയിൽ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് ഹാർട്ടഡ് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ശാന്തി കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു സീരിയസ് ക്യാരക്ടർ അത് ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഇച്ചിരി ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് മദറാവുന്നത്, അത് അവർ കാരണം എങ്ങനെയാണ് അവരുടെ ഡോട്ടറിൻ്റെ ജീവിതം ഒരു ഇച്ചിരി കഷ്ടപ്പെടൽ കാണുന്നതും കാണിക്കുന്നൊരു സിനിമയാണ്. പിന്നെ അവസാനം അഗൈൻ എനിക്ക് എൻഡ് ചെയ്ത രീതി എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി ഓവർ ഡ്രാമാറ്റിക് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്.